ഹലോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ ഒരു കറി റെഡിയാക്കുന്നത് നമുക്ക് മുരിങ്ങാക്കായ മാത്രം ഉപയോഗിച്ചിട്ടും റെഡിയാക്കാം, അതുപോലെ തന്നെ മുരിങ്ങാക്കായും പച്ചക്കായും ഉപയോഗിച്ചിട്ടും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 മുരിങ്ങാക്കോല് അതിൻ്റെ പുറം ഭാഗത്തൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ അളവിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പച്ചക്കായ കൂടി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. 2 പച്ചമുളക് അത് കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള അളവിൽ വേണം നമ്മൾ വെള്ളം ചേർക്കാൻ. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള അളവിൽ ഉപ്പും 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇത് നമുക്ക് ഗ്യാസിലോ അടുപ്പിലോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെയൊക്കെ വേവിക്കുമ്പോഴേക്കും അത് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടാവും. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു 7 സ്പൂൺ അളവിൽ തേങ്ങ ചിരകിയതൊന്ന് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 സ്പൂൺ അളവിൽ ജീരകവും അതുപോലെ തന്നെ ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി അതുകൂടി ഒന്ന് ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി അധികം ആവാതെ ഒന്ന് പ്രത്യേകം സൂക്ഷിക്കുക. പിന്നീട് ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ മുന്നിട്ട് നിൽക്കും. അതുകൊണ്ടാണ് 2 നുള്ളു മാത്രം ചേർത്താൽ മതിയാവും. ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ 2 വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഈ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല എന്നാണെങ്കിൽ നിങ്ങൾക്കിത് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. 2 പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിത് അരച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അളവിലേക്ക് വെള്ളം കൂടി ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ ഈ മുരിങ്ങാക്കായും അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കായ കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ടത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോഴേക്കും നമ്മൾ കറി അങ്ങനെ അധികമായിട്ട് അങ്ങനെ കട്ടിയായി പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് പാകത്തിന് തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പ് കൂടി ഒന്ന് ചേർക്കാം. ഇനി ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിലേക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു അരപ്പ് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തത്തക്ക വിധത്തിൽ വേണം നമ്മളിതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാൻ. എന്നിട്ട് തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അരപ്പ് നന്നായിട്ട് വെന്തതിന് ശേഷം വേണം നമുക്ക് ഇനി ഇതിലേക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാൻ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴേക്ക് തന്നെ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് തൈരാണ്. നല്ല കട്ട തൈര്, അത് നന്നായിട്ടൊന്ന് ഉടച്ചതാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ആ തൈരിൻ്റെ പുളിപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണ് പുളി ആവശ്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കണക്കായിട്ട് വേണം കേട്ടോ തൈര് ചേർക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അതുകൊണ്ടാണ് തൈരിൻ്റെ അളവ് ഞാൻ കൃത്യമായിട്ട് പറയാഞ്ഞത്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് ഇനി തീ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. ഇനി ഞാൻ ഈ ഒരു സമയത്ത് ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. കറിവേപ്പില എത്ര ചേർത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നമുക്കിതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് ഉപ്പ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ എരിവ് കുറഞ്ഞു പോയി എന്ന് തോന്നുകയാണെങ്കിൽ 1-2 പച്ചമുളക് കൂടി ഇതിലേക്കൊന്ന് കട്ട് ചെയ്ത് ഇടാവുന്നതാണ്. എന്നിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി അതിനാവശ്യമായിട്ടുള്ള വറവൊന്ന് റെഡിയാക്കാം. ഒരു പാത്രത്തിൽ ഞാൻ 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒന്ന് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1/2 സ്പൂൺ അളവിൽ കടുകൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 സ്പൂൺ അളവിൽ നമ്മുടെ ഉലുവ കൂടി ഒന്ന് ചേർക്കുന്നുണ്ട്. അപ്പോൾ കടുവും ഉലുവയൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പിലയും അതുപോലെ തന്നെ 2-3 നമ്മുടെ വറ്റൽ മുളകുണ്ടല്ലോ, അത് കൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഒന്ന് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള വറവ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുരിങ്ങാക്കായ ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു ഒഴിച്ചു കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.